ലൈവ് at 6 തുടങ്ങുന്നു. പ്രധാന തലക്കെട്ടുകൾ നോക്കാം. മേയറാക്കാത്തതിലെ പ്രതിഷേധം പരസ്യമായി പ്രകടിപ്പിച്ച ആർ ശ്രീലേഖ. മത്സരിച്ചത് വെറും കൌൺസിലറാകാനല്ല, മേയർ സ്ഥാനം നൽകാമെന്ന് ഉറപ്പ് പാർട്ടി പാലിച്ചില്ല. നിയമസഭയിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്നും ശ്രീലേഖ. മേയറാകും എന്നുള്ള ഒരു വാഗ്ദാനത്തിന്റെ പുറത്താണ് ഞാൻ വിസമ്മതിച്ചതാണ് ഇലക്ഷൻ നിൽക്കാൻ. പക്ഷെ അത് അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാനായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖം, കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട ആളായിരിക്കണം. വിവാദമായപ്പോൾ മാധ്യമങ്ങളുടെ കള്ളക്കഥയെന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് തലയൂരാൻ ശ്രമം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITക്ക് അന്വേഷണത്തിന് 6 ആഴ്ച കൂടി സമയം. ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി അറിയിച്ചു. മുൻ ദേവസ്വം ബോർഡ് അംഗം ശങ്കരദാസിന്റെ ഹർജിയിൽ സുപ്രീം കോടതിയുടെ ഗുരുതര പരാമർശം. ദൈവത്തെ പോലും വെറുതെ വിട്ടില്ലെന്ന് കോടതി. NSS നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനവുമായി പശ്ചിമ ബംഗാൾ ഗവർണർ. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുവദിച്ചില്ലെന്ന് വെളിപ്പെടുത്തൽ. ഗവർണർ ആകുന്നതിനു മുൻപ് മന്നം സമാധിയിലെത്തിയപ്പോൾ അവഗണന നേരിട്ടെന്നും CV ആനന്ദബോസ്. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം തന്നെ. 85 സീറ്റുകൾ നേടാമെന്ന ആത്മവിശ്വാസത്തിൽ ബത്തേരി ശിബിരം. ക്യാമ്പിൽ റിപ്പോർട്ട് അവതരിപ്പിച്ച സുനിൽ കനഗോലു. പാർട്ടി ലൈനിൽ നിന്ന് അകന്നുപോയിട്ടില്ലെന്നും തലക്കെട്ടുകൾ കണ്ട് തന്നെ തെറ്റിദ്ധരിച്ചെന്നും ശശി തരൂർ. പുനർജനി പദ്ധതിയിൽ മണപ്പാട്ട് ഫൗണ്ടേഷനും CEOയ്ക്കുമെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ. FCRA അക്കൌണ്ടിലേക്ക് വന്നത് സതീഷിനുള്ള പണമെന്ന് വിജിലൻസ്. അന്വേഷണത്തിൽ പ്രതിപക്ഷത്തിന് അങ്കലാപ്പെന്ന് ബിനോയ് വിശ്വം. തൃപ്പൂണിത്തുറ നഗരസഭയിൽ BJPക്ക് വൻ പ്രതിസന്ധി. സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ LDF UDF കൂട്ടുകെട്ട് പിടിച്ചെടുത്തു. വികസന, ക്ഷേമ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ LDFന്, പൊതുമരാമത്തും ആരോഗ്യവും UDFന്. ജനവിധിയെ അവഹേളിച്ചെന്ന് BJP. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന് ജാമ്യമില്ല. പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും കുറ്റം നിലനിൽക്കുമെന്നും കോടതി. ഷർജിൽ ഇമാമിനും ജാമ്യമില്ല. മറ്റ് 5 പ്രതികൾക്ക് ജാമ്യം. വെനസ്വേലയിൽ മലക്കം മറിഞ്ഞ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ്. അമേരിക്കയുമായി സഹകരിച്ചു പ്രവർത്തിക്കാൻ തയ്യാറെന്ന് ഡെൽസി. മദുറോയെ ഇന്ന് വിചാരണ കോടതിക്ക് മുന്നിൽ ഹാജരാക്കും. ഇന്ത്യക്കെതിരെ വീണ്ടും അമേരിക്കയുടെ താരിഫ് ഭീഷണി. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനം ലഭിക്കാത്തതിൽ BJPയെ വെട്ടിലാക്കി ആർ ശ്രീലേഖയുടെ പരാമർശം. മത്സരിക്കാൻ തനിക്ക് താൽപര്യമില്ലായിരുന്നുവെന്നും മേയറാക്കുമെന്ന ഉറപ്പിലാണ് മത്സരിച്ചതെന്നും ശ്രീലേഖ തുറന്നു പറഞ്ഞു. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമായതിനാലാണ് എതിർക്കാൻ നിൽക്കാഞ്ഞതെന്നും നിയമസഭയിലേക്ക് ഇനി മത്സരിക്കാനില്ലെന്നും ആർ ശ്രീലേഖ കൂട്ടിച്ചേർത്തു. എന്നെ ഈ ഇലക്ഷന് നിർത്തിയത് തന്നെ കൗൺസിലറായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല, മേയർ ആകും എന്നുള്ള ഒരു വാഗ്ദാനത്തിന്റെ പുറത്താണ് ഞാൻ വിസമ്മതിച്ചതാണ് ഇലക്ഷൻ നിൽക്കാൻ. പക്ഷെ അത് അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാനായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖം, കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട ആളായിരിക്കണം. നേരത്തെ പറഞ്ഞിരുന്നത് 10 കാൻഡിഡേറ്റ്സിനെ ജയിപ്പിക്കുന്ന വൈസ് പ്രസിഡന്റും കൂടിയാണ് ഞാൻ BJPയുടെ സംസ്ഥാന. അപ്പോൾ അതിനെ 10 പേരെ വിജയിപ്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അവസാനം ഞാൻ കൗൺസിലർ ആകേണ്ട സാഹചര്യത്തിൽ ഞാൻ പാർട്ടി പറഞ്ഞത് അംഗീകരിച്ച് നിന്നു. തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം പിടിക്കാനായതിന്റെ ആത്മവിശ്വാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തലസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് BJP നേതൃത്വത്തെ വെട്ടിലാക്കിക്കൊണ്ട് ആർ ശ്രീലേഖയുടെ പ്രതികരണം വരുന്നത്. താൻ കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ താൽപര്യപ്പെട്ടിരുന്നില്ല എന്നും പാർട്ടി നേതൃത്വം മേയർ പദവി ഉറപ്പ് നൽകിയതിനാലാണ് മത്സരിക്കാൻ സന്നദ്ധയായത് എന്നുമാണ് ആർ ശ്രീലേഖ തുറന്നടിച്ചത്. അതേസമയം തനിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടിയിൽ അതൃപ്തിയൊന്നുമില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നതിലൂടെ പരോക്ഷമായി കൃത്യമായി ആർ ശ്രീലേഖയ്ക്ക് ഈ പദവി നഷ്ടമായതിലുള്ള അമർഷം തന്നെയാണ് പുറത്തു വരുന്നത്. അതേസമയം അതുമായി ബന്ധപ്പെട്ട് താൻ കൂടുതൽ പ്രതികരണങ്ങൾക്കൊന്നുമില്ല എന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നും പാർട്ടി തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം 5 വർഷത്തേക്ക് കൗൺസിലർ എന്ന നിലയിൽ നിറവേറ്റുമെന്നൊക്കെ ആർ ശ്രീലേഖ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കോർപ്പറേഷൻ ഇലക്ഷന് നിൽക്കാൻ വിസമ്മതിച്ചപ്പോൾ നിൽക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് മേയറാക്കാമെന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അത് അങ്ങനെയൊക്കെ വെറും കൗൺസിലറായിട്ടല്ല നിർത്തുന്നത്, മേയർ സ്ഥാനാർത്ഥിയായിട്ടാണ് നിർത്തുന്നത് എന്ന് പറഞ്ഞിരുന്നത് കൊണ്ടാണ് ഞാൻ നിൽക്കാൻ തന്നെ തയ്യാറായത്.
അത് ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ തന്നെ അതായത് വിയോജിപ്പ് പരസ്യമാക്കിയ ശ്രീലേഖയെ അനുനയിപ്പിക്കുന്നതിനായി ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ഉന്നത പദവികൾ BJP നേതൃത്വം ആ ശ്രീലേഖയ്ക്ക് നൽകുമോ, അതോ ഇപ്പോഴെടുത്തിരിക്കുന്ന ഈ പരസ്യ നിലപാടിൽ നേതൃത്വം അതൃപ്തി അറിയിക്കുമോ, അതിൽ മാത്രമാണ് ഇനി വ്യക്തത വരാനുള്ളത്. എന്തായാലും മേയർ VV രാജേഷ് ഈ ചോദ്യങ്ങളോട് പ്രതികരിച്ചത് ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ വാർത്ത മാത്രമാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അതിനപ്പുറത്തേക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പൂർണ്ണ പിന്തുണയുമായി ആ ശ്രീലേഖ തങ്ങൾക്ക് ഒപ്പമുണ്ട് എന്ന് കൂടിയാണ് മേയർ VV രാജേഷ് പറഞ്ഞു വെച്ചത്. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഓൺലൈനിൽ ചില വാർത്തകൾ വന്നു പറഞ്ഞതിലപ്പുറം അത് എൻ്റെയോ പഠിപ്പിട്ടിമാരോട് ഞാൻ ചോദിച്ചു, അവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ മുതൽ ഫീൽഡിലായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ മുൻ വാർഡ് പൂജപ്പുര വാർഡിലായിരുന്നു. അപ്പോൾ അക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ല. അങ്ങനെയുള്ള കാര്യത്തിൽ ഞാനൊക്കെ എങ്ങനെയാണ് അഭിപ്രായം പറയുന്നത്? അതേസമയം പ്രസ്താവന വിവാദമായപ്പോൾ മാധ്യമങ്ങൾക്കെതിരെ തിരിഞ്ഞ് ആർ ശ്രീലേഖ എഡിറ്റ് ചെയ്ത ഭാഗങ്ങൾ മാത്രം കാണിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയാണെന്ന് ആർ ശ്രീലേഖ ആരോപിച്ചു. വിവാദങ്ങൾ വിറ്റ് കാശാക്കുന്ന വൃത്തികെട്ട മാധ്യമ പ്രവർത്തനമാണ് കേരളത്തിലേതെന്നും ശ്രീലേഖ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. NSS നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനവുമായി പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ തന്നെ അനുവദിച്ചില്ല എന്നാണ് വെളിപ്പെടുത്തൽ. ഗവർണറായി ചുമതലയേൽക്കുന്നതിനു മുൻപ് മന്നം സമാധിയിൽ എത്തിയപ്പോഴായിരുന്നു ഈ അവഗണന നേരിട്ടതെന്നും CV ആനന്ദബോസ് വെളിപ്പെടുത്തി. ഡൽഹിയിൽ സംഘടിപ്പിച്ച മന്നം അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പശ്ചിമ ബംഗാൾ ഗവർണർ. ഈ വളരെ സങ്കടകരമായ ഒരു കാര്യമുണ്ടായി. അത് നിങ്ങളുമായി തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ദിവസം ഗ്രാമപ്രദേശത്ത് പഠിച്ചു വളർന്ന ഞാനാണ്. മലയാളം മീഡിയത്തിൽ പഠിച്ച ആളാണ്. ദൈവാനുഗ്രഹം കൊണ്ട് കരയോഗത്തിൽ നിന്ന് കിട്ടിയ ശിക്ഷണം കൊണ്ട് IAS കിട്ടി. ഒരു ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അനന്തബോസ് കാണണം. അത് അദ്ദേഹം വല്ലപ്പോഴൊക്കെ വിളിക്കാറുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, I want you to take over as the governor of West Bengal. വെറുതെ ഇരുന്ന് എന്നെ വിളിച്ച് പറയുകയാണ്. എന്നെ അതിന് ആ സ്ഥാനത്ത് കൊണ്ട് എത്തിച്ചത് ആരാണ്? കരയോഗമാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാനൊരു അപേക്ഷ ടെലിഫോണിൽ NSSന്റെ നേതൃത്വത്തെ അറിയിച്ചു. NSS ജനറൽ സെക്രട്ടറി അറിയിച്ചു. എനിക്ക് വെസ്റ്റ് ബംഗാളിൻ്റെ ഗവർണറായി ചുമതലയെടുക്കുന്നതിന് മുൻപ് മന്നത്താചാര്യൻ്റെ സമാധിക്ക് മുമ്പിൽ പുഷ്പാഞ്ജലി നടത്തണമെന്ന്, പുഷ്പാർച്ചന നടത്തണമെന്ന് എനിക്ക് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി NSSന്റെ ജനറൽ സെക്രട്ടറിയുമായി. ഞാനവിടെ ചെന്നു. അദ്ദേഹം എൻ്റെ കാറിൻ്റെ അടുത്ത് വന്ന് കാറിൻ്റെ ഡോറൊക്കെ തുറന്ന് സ്വീകരിച്ചു. എനിക്ക് ചായ തന്നു, എന്നോട് സംസാരിച്ചു. കാറിൽ കയറ്റി തിരികെ അയക്കുകയും ചെയ്തു. സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അവകാശമില്ലേ? ഈ നായർ സമുദായത്തിൽ പിറന്ന ഓരോരുത്തരും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മന്നത്താചാര്യൻ്റെ സമാധിയിൽ പോയി പുഷ്പാർച്ചന നടത്തേണ്ടതല്ലേ? നമ്മുടെ അവകാശമല്ലേ? അത് കാരണവന്മാരെ ബഹുമാനിക്കുക. ഇത് ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രം അവകാശമാണോ? ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ SITക്ക് അന്വേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. 6 ആഴ്ച കൂടിയാണ് കോടതി സമയം നീട്ടി നൽകിയത്. SIT ഹൈക്കോടതിയിൽ ഇടക്കാല അന്വേഷണ പുരോഗതി അറിയിച്ചു. ജനുവരി 19 ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് നൽകാനും കോടതി നിർദ്ദേശിച്ചു. അതേസമയം ശബരിമലയിൽ നടന്നത് വലിയ ക്രമക്കേടെന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഗുരുതര പരാമർശം. ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്ന നിരീക്ഷണമാണ് സുപ്രീം കോടതി നടത്തിയത്. മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസിന്റെ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. അറസ്റ്റ് തടയണമെന്നും ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ നീക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ശങ്കരദാസിന്റെ ഹർജി. 2019 ബോർഡ് അംഗങ്ങളായിരുന്ന KP ശങ്കരദാസ്, N വിജയകുമാർ എന്നിവർക്കെതിരെ നടപടി എടുക്കാത്തതെന്തെന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. കേസിൽ ഇടപെടാനാവില്ലെന്ന് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ച് ബന്ധപ്പെട്ട കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പുനർജനി പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവിന് പുറമെ മണപ്പാട്ട് ഫൗണ്ടേഷനും CEOയ്ക്കുമെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ. 2018-22 കാലയളവിൽ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRA അക്കൗണ്ടിലേക്ക് 1,22 ലക്ഷം രൂപ വന്നതിൽ ക്രമക്കേട് നടന്നുവെന്നും ഇത് VD സതീശന് വേണ്ടി സ്വരൂപിച്ച പണമാണ് എന്നുമാണ് വിജിലൻസിന്റെ നിഗമനം. വിദേശ ഫണ്ട് സ്വീകരിച്ചതിന് രേഖകൾ സൂക്ഷിക്കാത്തത് FCRA നിയമത്തിന്റെ ലംഘനമാണ്. അക്കൗണ്ടിലേക്ക് വന്ന പണവും അതിനായി നൽകിയ രേഖകളും തമ്മിൽ പൊരുത്തക്കേടുള്ളതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്.
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ CBI അന്വേഷണ ശുപാർശ സംബന്ധിച്ച വാർത്തകൾ വിവാദമാകുന്നതിനിടെയാണ് മണപ്പാട്ട് ഫൗണ്ടേഷൻ CEO അമീർ അഹമ്മദിനെതിരെയും വിജിലൻസ് CBI അന്വേഷണ ശുപാർശ ചെയ്തതിന്റെ വിവരങ്ങൾ രേഖകൾ പുറത്തു വരുന്നത്. പുരോജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2018-22 കാലയളവിൽ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRI അക്കൗണ്ടിലേക്ക് 1,22,23,152 രൂപ വന്നതായാണ് വിജിലൻസ് കണ്ടെത്തിയത്. വിവിധ രാജ്യങ്ങളിൽ നിന്നാണ് ഈ പണം പുരോജനിയുടെ പേരിൽ സ്വരൂപിച്ചത്. മണപ്പാട് ഫൗണ്ടേഷന് ഇത്തരത്തിൽ വിദേശ ഫണ്ട് സ്വീകരിച്ച രേഖകളോ റെക്കോർഡുകളോ അവരുടെ ഓഫീസിൽ സൂക്ഷിച്ചിട്ടില്ലെന്നും FCRI നിയമത്തിന്റെ റൂൾ 19 ലംഘനമാണ് നടന്നതെന്നും വിജിലൻസ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മണപ്പാട് ഫൗണ്ടേഷന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങൾ ശേഖരിച്ചതെന്നാണ് വിജിലൻസ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയത്. ഈ വിജിലൻസിന്റെ ശേഖരിച്ച രേഖകൾ, അതായത് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ രേഖകളും അതുപോലെ തന്നെ അക്കൗണ്ടിലേക്ക് വന്ന പണത്തിന്റെ മറ്റ് വിശദാംശങ്ങളും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് അവിടെ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് വിജിലൻസിന്റെ നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് CIAക്കെതിരെ കൂടി ഇപ്പോൾ CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്യുന്നത്. വി ഡി സതീശനെതിരായ വിജിലൻസ് ശുപാർശയിൽ രണ്ട് അഭിപ്രായമുണ്ട്. അല്ലെങ്കിൽ ആ ശുപാർശ നിലനിൽക്കില്ല എന്ന വിജിലൻസിന്റെ മറ്റൊരു റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ഏതായാലും രാഷ്ട്രീയമായാണ്, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് രാഷ്ട്രീയമായി ഒരു ആരോപണം, അന്വേഷണ നീക്കം സർക്കാർ നടത്തുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതിനിടയിലാണ് ഇപ്പോൾ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ CIAക്കെതിരെ കൂടി CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരുന്നു വിജിലൻസ് എന്ന വളരെ നിർണായകമായ വിവരം കൂടി പുറത്തു വരുന്നത്. പുനർജനി പദ്ധതിയിൽ വി ഡി സതീഷിനെതിരായ വിജിലൻസിന്റെ CBI അന്വേഷണ ശുപാർശയിൽ പ്രതികരണവുമായി സ്പീക്കർ. പഴയ രേഖകൾ പരിശോധിക്കണം, വിജിലൻസ് റിപ്പോർട്ട് സർക്കാരിന് കൈമാറാൻ അവകാശമുണ്ട്. 2019 നടന്ന സംഭവമാണ്, തന്റെ കാലത്തുള്ളതല്ല. സ്വാഭാവികമായും അതിന്റെ രേഖകൾ പരിശോധിക്കേണ്ടി വരുമെന്നും സ്പീക്കർ. പത്രത്തിൽ കണ്ട വിവരം മാത്രമേ എനിക്കുള്ളൂ, TV കണ്ട വിവരം. ഇപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് റോളൊന്നുമില്ല. വിജിലൻസിന് ഡയറക്റ്റ് സ്പീക്കർക്കോ ലെജിസ്ലേച്ചറിനോ റിപ്പോർട്ട് തരാൻ സാധിക്കുന്നില്ല. വിജിലൻസിന് ഗവൺമെൻറ്റിന് കൈമാറാം. ഗവൺമെൻറ് തീരുമാനമെടുത്ത് ഗവൺമെൻറ് ലെജിസ്ലേച്ചറിന് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ നിയമപരമായ വശങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കും. അല്ല, അത് 2019 മറ്റുമല്ലേ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ രേഖകൾ പരിശോധിക്കേണ്ടി വരും. ഞങ്ങൾക്കിപ്പോൾ അറിയുന്നതല്ല, അത് എൻ്റെ കാലത്തുള്ളതല്ല. അത് സ്വാഭാവികം അതിലെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും. നേമത്ത് മത്സരത്തിനില്ല എന്ന വാർത്തകൾ തള്ളി മന്ത്രി വി ശിവൻകുട്ടി. മത്സരിക്കാനില്ല എന്നല്ല പറഞ്ഞത്, പാർട്ടി തീരുമാനിക്കുമെന്നാണ് തന്റെ നിലപാട്. പറയുമ്പോൾ കൺഫ്യൂഷനായതാണ്. നേമത്ത് പൂട്ടിച്ച അക്കൗണ്ട് BJPക്ക് ഇനി തുറക്കാനാവില്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ഇന്ന് രാവിലെ മന്ത്രി ആദ്യം പറഞ്ഞതും പിന്നീട് പറഞ്ഞതും കേൾക്കാം. എൻ്റെ പാർട്ടി തീരുമാനിക്കുന്ന അനുസരിച്ച് കാര്യങ്ങൾ ഇരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM-ഉം നേമത്താര് മത്സരിക്കണോ തീരുമാനിക്കുമോ അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ വരുന്നത്. അല്ല, ഞങ്ങളൊന്നും ആദ്യമേ സ്വന്തമായിട്ട് പ്രഖ്യാപിക്കുന്നവരല്ലല്ലോ. ഞങ്ങൾ ഇതിനകത്ത് മത്സരിക്കാൻ വേണ്ടി പോകുന്നു. പാർട്ടി തീരുമാനത്തിനൊപ്പം തന്നെ ആയിരിക്കും. 40 വർഷക്കാലമായി പാർട്ടി എടുത്ത തീരുമാനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. ഏത് കാര്യത്തിലും പാർട്ടി എടുക്കുന്ന തീരുമാനം തന്നെയാണ് എൻ്റെ അവസാനത്തെ വാക്കെന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നത്. എന്നോട് ചോദിച്ചു, ഈ തെരഞ്ഞെടുപ്പെല്ലാം വരാൻ വേണ്ടി പോവുകയാണല്ലോ, നേമം മണ്ഡലത്തിൽ എന്താ സ്ഥിതി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത്, നേമം മണ്ഡലത്തിൽ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. മറ്റു ചില പാർട്ടികൾ ചെയ്യുന്ന പോലെ സ്വന്തമായിട്ട് നേമത്ത് ഞാൻ മത്സരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരാവകാശങ്ങൾ എനിക്കില്ല. എന്ന് മാത്രമല്ല, ഞാൻ 3 പ്രാവശ്യം അവിടെ മത്സരിച്ചു. ഒരു പ്രാവശ്യം രാജഗോപാലിനെ പരാജയപ്പെടുത്തി, മറ്റു പ്രാവശ്യം നമ്മുടെ കുമ്മനം രാജശേഖരൻ സാറിനെ പരാജയപ്പെടുത്തി, ഒരു പ്രാവശ്യം ഞാൻ പരാജയപ്പെട്ടു. ഇത് അവിടുത്തെ നിയമത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ 2-3 ടേമിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചെന്നാണ് പറഞ്ഞത്. അത് അല്ലാതെ നിയമത്തിൽ ഞാൻ ഇല്ലെന്നോ ഉണ്ടെന്നോ സ്വന്തമായി പ്രഖ്യാപിക്കാനുള്ള അവകാശം സംഘടനാപരമായും പാർട്ടിപരമായും എനിക്കില്ല. അത് തെറ്റായ ഒരു വാർത്ത അത് പറഞ്ഞതാണ്. ഞാൻ വീണ്ടും അത് എടുത്ത് ആ പറഞ്ഞ വാർത്ത ടെലിവിഷനിൽ വന്നത് റെക്കോർഡ് ചെയ്തെടുത്ത് നോക്കിയപ്പോൾ നേരിൽ കേൾക്കുമ്പോൾ അതിലൊരു പ്രശ്നം കാണുന്നില്ല. പക്ഷേ നിയമമെന്ന് പറഞ്ഞ ശേഷം നിർത്തിയ ശേഷം പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷൻ ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. പാർട്ടിയാണ് അതിൽ നിയമത്ത് മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്.
നിയമസഭയിൽ 85 സീറ്റ് ഉറപ്പെന്ന കണക്കെടുപ്പിൽ കോൺഗ്രസ്. മലപ്പുറത്തും മധ്യ കേരളത്തിലും മുന്നണി വൻ നേട്ടമുണ്ടാക്കും. വിജയസാധ്യതാ മണ്ഡലങ്ങളുടെ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ സുനിൽ കനകോലു കോൺഗ്രസ് ക്യാമ്പിൽ അവതരിപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം അതേപടി പ്രതിഫലിക്കില്ലെന്നും ജാഗരൂകമാകണമെന്നുമാണ് പ്രവർത്തകർക്ക് നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ്. സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അതേപടി പ്രതിഫലിച്ചേക്കാമില്ല എന്ന സാധ്യതയും UDF മുന്നിൽ കാണുന്നുണ്ട്. എന്ത് സാഹചര്യമുണ്ടായാലും 85 സീറ്റെങ്കിലും സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന ഉറപ്പിലാണ് UDFിൻ്റെ ആലോചനകൾ നടക്കുന്നത്. കോൺഗ്രസിൻ്റെ വയനാട് ക്യാമ്പിൻ്റെ വിലയിരുത്തലും അങ്ങനെ തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രത്യേകിച്ച് ചില മണ്ഡലങ്ങളുടെ സാന്നിധ്യം കോൺഗ്രസ് പങ്കുവയ്ക്കുന്നുണ്ട്. മധ്യ കേരളത്തിൽ വമ്പൻ മുന്നേറ്റമുണ്ടാകുമെന്നാണ് UDFിൻ്റെ പ്രതീക്ഷ. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം മാത്രമല്ല, അവിടുത്തെ പൊതു രാഷ്ട്രീയ സാഹചര്യങ്ങളും തങ്ങളുടെ UDFും കോൺഗ്രസും തിരികെ എത്തി എന്നതാണ്. കേരള കോൺഗ്രസ് ഇല്ലാതെ തന്നെ കോൺഗ്രസ് അവിടെ വിജയം നേടിയത് ഏറ്റവും അനുകൂല സാഹചര്യം ഉണ്ടാവും. അത് നിയമസഭയിലും ആവർത്തിക്കുമെന്ന് അവർ കണക്ക് കൂട്ടുന്നു. എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി അടക്കമുള്ള ജില്ലകളിലെ സാന്നിധ്യം ആ തരത്തിലുള്ള തങ്ങൾക്ക് ശക്തി മേഖലകളായി എന്നതാണ് അവർ കരുതുന്നത്. പ്രധാനമായും ഈ ജില്ലകളിൽ നിന്ന് മാത്രം 25 സീറ്റിലധികം സമാഹരിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിൻ്റെ കണക്ക് കൂട്ടലുണ്ടാവുന്നത്. മറ്റൊന്ന് മലപ്പുറം ജില്ലയാണ്. പതിവ് പോലെ മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രമായ മലപ്പുറത്ത് നിന്ന് മാത്രം ഇത്തവണ 16 സീറ്റോളം ലഭ്യമാകുമെന്ന കണക്കുമുണ്ട്. അങ്ങനെ മലപ്പുറവും മധ്യ കേരളത്തിൻ്റെ ജില്ലകളും ചേരുമ്പോൾ തന്നെ വലിയൊരു മജോറിറ്റി തങ്ങൾക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് BJPയുടെ കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾ. ഇതിൽ പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ശക്തി മേഖലകളായ പരമ്പരാഗത ശക്തി മേഖലകളായ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിലും ഇത്തവണ UDF വലിയ രീതിയിൽ നില മെച്ചപ്പെടുത്തും. കോൺഗ്രസിന് ഇതുവരെ പ്രാതിനിധ്യം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി ഉണ്ടാവാത്ത കോഴിക്കോട് ജില്ലയിൽ മാത്രം ഇത്തവണ 8 സീറ്റാണ് UDF പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വലിയ സ്വാധീനം ഇടതുപക്ഷ മേഖലകളിലും ഉണ്ടാവും. അങ്ങനെ ഒരു അനുകൂല സാഹചര്യം വീണ്ടും ഉണ്ടായാൽ സീറ്റുകളുടെ എണ്ണം 100ലേക്ക് വരെ എത്തിയേക്കാം എന്ന പ്രതീക്ഷയാണ് UDFിന് ഉണ്ടാവുന്നത്. UDFിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന സുനിൽ കനകുലുവിൻ്റെ നേതൃത്വത്തിൽ ഈ വയനാട്ട് ക്യാമ്പിലും വിലയിരുത്തലുകൾ നടന്നിട്ടുണ്ട്. 90 സീറ്റുകൾ വരെ ഉറപ്പ് എന്ന റിപ്പോർട്ടാണ് സുനിൽ കനകുലു ഈ ക്യാമ്പിൽ പങ്കുവച്ചിട്ടുള്ളത്. ഇതാണ് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവർ വിലയിരുത്തുന്നത്. സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം, ശബരിമല പോലെയുള്ള അനുകൂല സാഹചര്യങ്ങൾ, ഇത് നിയമസഭയിൽ തന്നെ വീണ്ടും തങ്ങളെ നേട്ടമുണ്ടാക്കുമെന്നാണ് കരുതുന്നത്. അതായത് മുന്നണിയുടെ കെട്ടുറപ്പിനേക്കാൾ അപേക്ഷിച്ച് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രകടനത്തെക്കാൾ അപേക്ഷിച്ച് സർക്കാർ വിരുദ്ധ വോട്ടുകൾ UDFിന് അനുകൂലമായി ഉണ്ടാവും. അതാണ് ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സാഹചര്യം. മറ്റൊന്ന്, ഇടതുപക്ഷത്തിൻ്റെ പരമ്പരാഗത വോട്ടുകൾ നിശബ്ദമാക്കപ്പെടുകയോ ക്രോസ് വോട്ടിങ്ങോ നടക്കാനുള്ള സാധ്യതയും UDF കരുതുന്നുണ്ട്. ഇതൊക്കെ ഏറ്റവും അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാനത്തുണ്ടാക്കും. ഒരുപക്ഷെ 2001 തെരഞ്ഞെടുപ്പിൽ നടന്നതിന് അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് UDFിന് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. മറ്റൊന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അതേപടിയുള്ള ഒരു ആവർത്തനം ഉണ്ടാവില്ലെങ്കിൽ കൂടിയുമുള്ള ജാഗ്രത പാലിക്കൽ ഉണ്ടാവണം. അതിൽ കേന്ദ്രവിരുദ്ധ സമരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ആവിഷ്കരിക്കുന്നത്. മലയോര മേഖലയും തീരദേശ മേഖലയും പ്രതിനിധീകരിക്കുന്നുള്ള തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിലേക്കാണ് പോകുന്നത്. എന്തായാലും UDFിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന കണക്കെടുപ്പ് തന്നെയാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് പ്രവർത്തിച്ച് ജയിക്കുമെന്ന വിശ്വാസം കോൺഗ്രസിൽ എല്ലാവർക്കുമുണ്ടെന്ന് ശശി തരൂർ MP. താൻ പാർട്ടി ലൈനിൽ നിന്ന് അകന്നു പോയിട്ടില്ല. പാർട്ടിക്കും തനിക്കും ഭൂരിപക്ഷ വിഷയങ്ങളിലും ഒരേ അഭിപ്രായമാണ്. പാർലമെന്റിലെ തന്റെ പ്രസംഗങ്ങളും മന്ത്രിമാരോട് അടക്കം ചോദിക്കുന്ന ചോദ്യങ്ങളും പരിശോധിച്ചാൽ ഇക്കാര്യം മനസ്സിലാവുമെന്നും തരൂർ പറഞ്ഞു. എല്ലാവർക്കും ആത്മവിശ്വാസം നല്ലോണം കൂടിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ കണ്ടിരിക്കുന്ന സൗഹാർദ്ദവും ഇതിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ച് ജയിക്കണം എന്നൊരു എല്ലാവരും മനസ്സിലൊരു ശക്തമായ ഒരു വിശ്വാസം. അപ്പോൾ ഒരു ക്വയറ്റ് ഡിറ്റർമിനേഷൻ, ഇതിൽ നമ്മൾ മുന്നോട്ട് പോകും, നമ്മൾ ജയിക്കും. അതാണ് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്. പാർട്ടി എൻ്റെ ഒപ്പം എപ്പോഴും നിൽക്കുന്നതന്നെ എൻ്റെ വിശ്വാസമായിരുന്നു. അപ്പം എന്താ ബുദ്ധിമുട്ട്? ഞാൻ പാർട്ടി ലൈൻ വിട്ടു എന്ന് ആരാ പറഞ്ഞിരിക്കുന്നതാണ് ചോദ്യം. നിങ്ങൾക്കറിയാമല്ലോ, ഏത് വിഷയത്തിലും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ കൂടി ചില ബേസിക് വിഷയങ്ങളുടെ ഇടയിൽ ഒരിക്കലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, പാർട്ടിയും ഞാനും ഓരോരോ വിഷയങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഭൂരിപക്ഷം വിഷയങ്ങളിൽ എപ്പോഴും ഒന്നെ ആയിരുന്നു. ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, പാർലമെൻറ്റിലെ എൻ്റെ പ്രസംഗങ്ങളൊക്കെ നോക്കിക്കോളും, ഞാൻ മന്ത്രിമാരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നോക്കിക്കോളും. ഇതെല്ലാത്തിലും ഒരു ക്ലിയർ ലൈൻ ഉണ്ട്. ഇതിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഇത് ഓരോരു വ്യക്തിയുടെ ഇഷ്ടപ്രകാരമായിരിക്കും. പക്ഷെ ചില ഒരു നോംസ് അഥവാ പാർട്ടി തീരുമാനിച്ചാൽ ആ നോംസ് പാലിക്കും. അഥവാ പാർട്ടി തീരുമാനിച്ചിട്ട് ഏത് MP മത്സരിക്കണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കട്ടെ. അഥവാ പാർട്ടി തീരുമാനിച്ചു
പിന്നെ MP-മാർക്കും അഥവാ ഒരു താല്പര്യമുണ്ടെങ്കിൽ അതിനു വേണ്ടി വിളിക്കാം. നമുക്കറിയാം 2-3 MP-മാർക്ക് നല്ല താല്പര്യമുണ്ട് മത്സരിക്കണം. ഞാൻ പേഴ്സണലി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഈ പ്രചരണത്തിൽ ഞാൻ എന്തായാലും പറഞ്ഞു. അത് ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താൻ പ്രശംസിച്ചിട്ടില്ലെന്നും മാധ്യമങ്ങൾ നൽകുന്ന തലക്കെട്ടുകൾ കണ്ടാണ് പലരും വിമർശനങ്ങൾ ഉന്നയിക്കുന്നതെന്നും ശശി തരൂർ. വയനാട്ടിൽ നടന്ന കോൺഗ്രസ് നേതൃ ക്യാമ്പിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവാദങ്ങളിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്നും താൻ പങ്കുവച്ച കുറിപ്പുകൾ പൂർണ്ണമായി വായിച്ചു നോക്കിയാൽ ഇക്കാര്യം വ്യക്തമാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മോദിയെ പ്രേസ് ചെയ്തു പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പ്രസംഗത്തിലുണ്ടായിരുന്നു. എല്ലാവർക്കും അറിഞ്ഞു ഞാൻ വേദി ഇരിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ ആ സദസ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പ്രസംഗത്തെ കണ്ടു. അതിനെക്കുറിച്ച് 2 വാചകം എഴുതി എന്താ അദ്ദേഹം പറഞ്ഞതാണ്. ഞാൻ എവിടെയാണ് അദ്ദേഹത്തെ ഫോർത്ത് ചെയ്തത്, എവിടെയാണ് അതിലൊരു പ്രൈസ് കൊടുത്തത് ഞാൻ തന്നെ ആൾക്കാരോട് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു. മാധ്യമക്കാരൻ്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒന്നുമില്ല. പക്ഷേ എല്ലാവരും ഒരു ഹെഡ്ലൈൻ മാത്രം കണ്ടിട്ടാണ് നിങ്ങളുടെ കമൻറ്റ് അടിക്കുന്നത്. അതോടെ വലിയ വിവാദമായ ആൾക്കാർ മനസ്സിലാറും. ഞാൻ എഴുതിയ കാര്യങ്ങളോ ഞാൻ പറഞ്ഞ കാര്യങ്ങളോ ശ്രദ്ധ വെച്ച് കേട്ട് അതിൻ്റെ ഒറിജിനൽ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഒരു വർഗീയ പരാമർശം ആര് നടത്തിയാലും അതിനോട് യോജിക്കുന്ന സംസ്ഥാനമല്ല കേരളമെന്ന് സ്പീക്കർ എൻ ശംസീർ. കേരളത്തിന്റെ മതേതര മൂല്യങ്ങളെ തകർക്കാൻ ആർക്കും സാധിക്കില്ലെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. കേരളം സെക്യുലറായ ഒരു സംസ്ഥാനമാണ്. വർഗീയ പരാമർശം ആര് നടത്തിയാലും അതിനോടൊന്നും യോജിക്കുന്ന സംസ്ഥാനമല്ല കേരളം. കേരളം മഹിതമായ മതനിരപേക്ഷ പാരമ്പര്യമുള്ള സംസ്ഥാനമാണ്. ഇതിൻ്റെ സെക്യുലർ ഫാബ്രിക്കിന് ആർക്കും തകർക്കാൻ സാധിക്കുന്നതല്ല. ഇടവേള. തൃപ്പൂണിത്തുറയിൽ BJPക്ക് വൻ പ്രതിസന്ധി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ LDF UDF കൂട്ടുകെട്ട് പിടിച്ചെടുത്തു. വികസനം, ക്ഷേമം, വിദ്യാഭ്യാസം സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ LDFും പൊതുമരാമത്തും ആരോഗ്യവും UDFും സ്വന്തമാക്കി. ജനവിധിയെ UDFും LDFും ചേർന്ന് അവഹേളിച്ചെന്ന് BJP ആരോപിച്ചു. തൃപ്പൂണിത്തുറ നഗരസഭയിൽ അധികാരത്തിലെത്തിയെങ്കിലും BJPക്ക് ഭരണം ഒട്ടും എളുപ്പമാകില്ല. ഭരണത്തിൽ നിർണായകമാകുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പിടിച്ചെടുക്കുവാൻ തൃപ്പൂണിത്തുറയിൽ LDFും UDFും ഒറ്റക്കെട്ടായി നിന്നു. ഒന്നൊഴികെ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും LDF UDFും കൈകോർത്ത് പിടിച്ചെടുത്തു. വികസനം, ക്ഷേമം, വിദ്യാഭ്യാസം സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് UDF പിന്തുണയിൽ LDF പിടിച്ചെടുത്തത്. LDF പിന്തുണയോടെ പൊതുമരാമത്ത്, വിദ്യാഭ്യാസം സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ UDFും പിടിച്ചെടുത്തു. സ്വാഭാവികമായും ലഭിക്കേണ്ട ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം മാത്രമാണ് BJPക്കുള്ളത്. LDFും UDFും ജനവിധിയെ അവഹേളിക്കുകയാണെന്ന് BJP വിമർശിച്ചു. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ ജനഹിതം അട്ടിമറിക്കാനാണ് VD സതീശന്റെയും പിണറായി വിജയന്റെയും നേതൃത്വത്തിലുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നണി ഈ തൃപ്പൂണിത്തുറയുടെ ജനതയെ വീണ്ടും വഞ്ചിക്കുകയാണ്, ചതിക്കുകയാണ്. BJP അധികാരത്തിൽ വന്നതിനു ശേഷവും ഇടതും വലതും ചേർന്നുള്ള ഒക്കച്ചങ്ങായി ഭരണം നടത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇന്ത്യ മുന്നണി നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെ ഈ നാട്ടിലെ ജനത ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. പുറത്ത് LDFന്റെയും UDFന്റെയും സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ തൃപ്പൂണിത്തുറയിൽ ഒരു സഹകരണവും കൂട്ടുകെട്ടുമില്ലെന്ന് പറയുമ്പോഴാണ് നഗരസഭയ്ക്കുള്ളിലെ നിർണായക നീക്കം. UDFന്റെ തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സിറ്റിംഗ് MLA കെ ബാബുവിന്റെ നിലപാട് നിർണായകമാവും. കെ ബാബു തന്നെ മത്സരിക്കണമെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. പക്ഷേ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാണിച്ച് കെ ബാബു പിന്മാറിയാൽ പല പേരുകളും പ്രമുഖരുടെ പേരുകളും ഉയർന്നു വരുന്നുണ്ട്. അതിൽ രാജു P. നായർ, രമേശ് പിഷാരടി തുടങ്ങിയ പേരുകൾക്കാണ് മുൻഗണന. കെ ബാബുവിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം കോൺഗ്രസ് നിലനിർത്തുന്ന മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. അതുകൊണ്ട് തന്നെ ബാബു അല്ലാതെ മറ്റൊരു പേരിലേക്കും കോൺഗ്രസ് ഇതുവരെയും കടന്നിട്ടുമില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇത്തവണ മത്സരിക്കില്ല എന്ന പാർട്ടിയെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും ബാബു തന്നെ മത്സരിക്കണമെന്ന നിലപാടിൽ തന്നെയാണ്. 1991 മുതൽ 2011 വരെ കെ ബാബു തന്നെയായിരുന്നു MLA. 2016 ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് കെ ബാബുവിന് മണ്ഡലം നഷ്ടമാകുകയും ചെയ്തു. CPMലെ M. സ്വരാജ മണ്ഡലം തിരികെ പിടിച്ചു. 2021 ബാബു തന്നെ വീണ്ടും ജയിക്കുകയും ചെയ്തു.
ബാബു അല്ലെങ്കിൽ മറ്റാര് എന്ന ചോദ്യത്തിന് KPCC വക്താവ് രാജു പി നായർ, നടൻ രമേശ് പിഷാരടി, KPCC വൈസ് പ്രസിഡന്റ് തമ്പി സുബ്രഹ്മണ്യം, മുൻ മേയർ സൗമിനി ജെയിൻ, M ലിജു എന്നിവരുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. അതിൽ VD സതീശന്റെ വിശ്വസ്തൻ കൂടിയായ രാജു പി നായർക്കായിരിക്കും മുൻഗണന. എന്നാൽ K ബാബുവിന്റെ നിലപാട് കൂടി അതിൽ നിർണായകമാകുകയും ചെയ്യും. CPM-ലേക്ക് വന്നാൽ K ബാബു മത്സരിച്ചാൽ സ്വരാജിനെ രംഗത്തിറക്കാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. അതേസമയം മുൻ കൊച്ചി മേയർ അനിൽകുമാറിന്റെ പേരും പരിഗണനയിലുണ്ട്. തൃപ്പൂണിത്തുറയുടെ ചരിത്രത്തിൽ ആദ്യമായി നഗരസഭാ ഭരണം പിടിച്ചെടുത്തതിന്റെ ആത്മവിശ്വാസത്തിലാണ് BJP. അത് നിയമസഭയിലും പ്രതിഫലിപ്പിക്കാം എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് പാർട്ടി നിലനിൽക്കുന്നത്. എന്തായാലും മേജർ രവി, TP സെൻകുമാർ, KVS ഹരിദാസ എന്നിവരും സാധ്യതാ പട്ടികയിലുണ്ട്. മണ്ഡലത്തിലെ ഈഴവ പ്രാതിനിധ്യം സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായകമാകുകയും ചെയ്യും. K ബാബു അല്ലാതെ മറ്റാര് മത്സരിച്ചാലും കടുത്ത മത്സരത്തിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ പരാതിക്കാരിക്കെതിരെ വീണ്ടും രാഹുൽ ഈശ്വർ. യുവതിയെ അതിജീവിത എന്ന് വിളിക്കുന്നത് തെറ്റാണെന്നും കോടതി പോലും അതിജീവിത എന്ന് പരാമർശിക്കുന്നില്ലെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. വ്യാജ അതിജീവിത എന്ന് അധിക്ഷേപിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി യുവതി പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ ഈശ്വറും പോലീസ് മേധാവിക്ക് പരാതി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയുടെ പേരുവിവരങ്ങൾ, അതായത് അവരെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ഒപ്പം അധിക്ഷേപം നടത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു കഴിഞ്ഞ വർഷം നവംബർ 30-ന് രാഹുൽ ഈശ്വറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് 16 ദിവസത്തോളം റിമാൻഡിൽ കഴിയുകയും അദ്ദേഹം ചെയ്തു. അതിനുശേഷം ജാമ്യം ലഭിച്ചത് കർശന ഉപാധികളോട് കൂടിയായിരുന്നു. അതായത് ഈ ഒരു അതിജീവിതയെക്കുറിച്ച് വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല, അനാവശ്യമായ പരാമർശങ്ങളടക്കം നടത്താൻ പാടില്ല എന്നടക്കമുള്ള ഉപാധികളോട് കൂടിയായിരുന്നു ഈ ഒരു ജാമ്യമടക്കം ലഭിച്ചത്. പക്ഷേ ഈ ഒരു ജാമ്യ ഉപാധികളുടെ നഗ്നമായ ലംഘനമാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതിജീവിത ഈ ഒരു പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് പരാതി നൽകിയത്. അതായത് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ, ഒപ്പം തന്നെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നു. ഇത് ജാമ്യവ്യവസ്ഥയുടെ ഈ ഒരു നഗ്നമായ ലംഘനമാണ് എന്നായിരുന്നു പരാതിയുടെ ഉള്ളടക്കം. അതിന് മറുപടിയായിട്ടാണ് ഇന്ന് രാഹുൽ ഈശ്വർ ഈ ഒരു അതിജീവിതക്കെതിരെ വ്യാജ പരാതി നൽകി, അതായത് അതിജീവിത തനിക്കെതിരെ വ്യാജ പരാതി നൽകി എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. അതായത് ഈ ഒരു കോടതിയുടെ കണ്ടെത്തലടക്കം വളരെ സുപ്രധാനമെന്നാണ് രാഹുൽ ഈശ്വർ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതായത് അതിജീവിത എന്നൊരു പേര് പോലും അവർക്ക് ഉപയോഗിക്കാനുള്ളൊരു നിയമ തടസ്സമുണ്ട്. കാരണം പരാതിക്കാരി മാത്രമാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ വ്യവസ്ഥയിലടക്കം കൃത്യമായി, അതായത് ജാമ്യാപേക്ഷയുടെ വിധിപ്പകർപ്പിലടക്കം കൃത്യമായി പരാമർശിക്കുന്നുണ്ട് എന്നാണ് രാഹുൽ ഈശ്വർ പരാമർശിച്ചത്. ഒപ്പം തന്നെ ഇതൊരു ഫെമിനിസ്റ്റ് ലോബിയുടെ കാര്യങ്ങൾക്കെതിരെ താൻ ഉയർത്തുന്ന ശബ്ദത്തെ അടിച്ചമർത്താനുള്ള ഒരു നീക്കം കൂടിയാണ് ഇത്തരത്തിൽ നടക്കുന്നതെന്നായിരുന്നു രാഹുൽ ഈശ്വർ ഇന്ന് പ്രതികരിച്ചത്. എതിർക്കുന്നവരെ നിശബ്ദമാക്കാൻ സാമൂഹിക മാധ്യമങ്ങളിലടക്കം അവർക്ക് സൈബർ വിമർശനങ്ങളെ നേരിടാൻ പേടിയുള്ളതുകൊണ്ട് അത് നിശബ്ദമാക്കാനുള്ള ഒരു തന്ത്രമാണ്. അതിജീവിത എന്ന വാക്ക് വളരെ പ്രധാനമാണ്. അതിജീവിത എന്ന വാക്കിന് അതിൻ്റെതായ ഒരു മൂല്യവും വിലയുമുണ്ട്. ആ വാക്ക് നമ്മൾ മിസ്യൂസ് ചെയ്യരുത്. മിസ്യൂസ് ചെയ്യുന്നതാണ് ഈ പരാതിക്കാരി. അതുകൊണ്ടാണ് അവരെ വ്യാജ അതിജീവിത എന്ന് വിളിക്കുന്നത്. 16 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തേക്കിറങ്ങിയ രാഹുൽ ഈശ്വർ തുടക്കത്തിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങളും മാധ്യമങ്ങൾ വഴിയുള്ള അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്നിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസം ഭർത്താവ്, അതായത് തന്റെ ദാമ്പത്യ ജീവിതമടക്കം രാഹുൽ മാങ്കൂട്ടം തകർത്തു എന്നടക്കമുള്ള രീതിയിൽ പരാമർശം ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഈ ഒരു അതിജീവിതയുടെ ഭർത്താവ് രംഗത്ത് വന്നിരുന്നു. അവരെ പിന്തുണച്ചുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറും രംഗത്ത് വന്നു. അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോയിലാണ് ഇത്തരത്തിൽ തന്നെ അധിക്ഷേപിക്കുന്നത്, അതായത് ഒരു അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ പങ്കുവെച്ചു ുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരിക്കുന്നത്. ഈ ഒരു പരാതി പോലും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഇന്ന് രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളടക്കം പ്രതികരിച്ചത്. ഇതിൽ ഈ ഒരു ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമായിരിക്കും പോലീസ് ഇതിൽ കൃത്യമായ നിലപാടെടുക്കുക. അതിനൊപ്പം തന്നെ രാഹുൽ ഈശ്വറിന്റെ പരാതി നിലനിൽക്കുന്നുണ്ട്. ഇതിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന കാര്യവും നിർണായകമാണ്. അത് വരും ദിവസങ്ങളിൽ തന്നെ പോലീസിന്റെ നടപടിക്രമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ക്യാമറാമാൻ ബിപിൻ മുരളിയോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. തൊണ്ടിമുതൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആന്റണി രാജുവിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിയതിനെ സംബന്ധിച്ച് നിയമസഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനമിറക്കി. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒഴിവ് വന്നത് അറിയിച്ചാണ് വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും. കഴിഞ്ഞ ദിവസമാണ് ആന്റണി രാജുവിനെ കോടതി 3 വർഷത്തെ തടവിന് ശിക്ഷിച്ചത്. PV അരുൺ വിവരങ്ങളുമായി. അരുൺ, സാങ്കേതികമായി ഈ വിജ്ഞാപനം ഇറക്കുകയാണ് നിയമസഭാ സെക്രട്ടേറിയറ്റിന് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി തുടർ നടപടിക്രമങ്ങൾ എന്താണ്?
ശ്രീജ, ആന്റണി രാജുവിനെതിരെ കോടതി വിധി വന്നപ്പോൾ തന്നെ, കോടതി 3 വർഷം ശിക്ഷിച്ചപ്പോൾ തന്നെ ആന്റണി രാജു MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെട്ടു. അതിൽ പിന്നീട് രാജിയുടെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വിധി വരുമ്പോൾ തന്നെ അയോഗ്യനാക്കപ്പെട്ടു. പിന്നീട് ഉള്ള നടപടിക്രമം നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ വിജ്ഞാപനമാണ്. ആന്റണി രാജുവിനെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനവും അതുപോലെ തന്നെ ആ മണ്ഡലം തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒഴിവ് വന്നു എന്നറിയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം. ആ വിജ്ഞാപനമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ആന്റണി രാജുവിനെ അയോഗ്യനായതിനെ തുടർന്ന് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒഴിവ് വന്നു എന്നറിയിച്ചുള്ള വിജ്ഞാപനമാണ് ഇറക്കിയിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കും. സ്വാഭാവികമായും അവിടെ പുതിയ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. പക്ഷേ നിയമസഭയുടെ കാലാവധി തീരാൻ ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കമ്മീഷൻ കടക്കില്ല. പകരം പൊതുതെരഞ്ഞെടുപ്പിനൊപ്പം അവിടെയും തെരഞ്ഞെടുപ്പ് നടക്കും. തിരുവനന്തപുരത്തും തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ മാത്രമേ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ അവിടെ MLA പുതുതായി വരികയുള്ളൂ. അതുവരെ മണ്ഡലം ഒഴിഞ്ഞു കിടക്കും. അത് ആ നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള വിജ്ഞാപനമാണെന്ന് നിയമസഭാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വൈകാതെ അറിയിക്കും. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ആന്റണി രാജു അയോഗ്യനാക്കപ്പെട്ടെന്ന് നേരത്തെ സ്പീക്കർ AN ഷംസീർ പ്രതികരിച്ചിരുന്നു. അയോഗ്യനാക്കപ്പെട്ടെന്നും തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ ഒഴിവ് വന്നെന്നും കമ്മീഷനെ അറിയിക്കുകയാണ്. ഇക്കാര്യത്തിൽ സ്പീക്കറുടെ ചുമതലയെന്നും AN ഷംസീർ പറഞ്ഞു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഉത്തരവിറങ്ങിയത്. ഇതിൻ്റെ നോർമൽ പ്രൊസീഡിങ്സ് ഇപ്പോൾ ആന്റണി രാജു ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടു ജഡ്ജ്മെൻ്റ് അടിസ്ഥാനത്തിൽ. ഇനിയിപ്പോൾ ഞങ്ങളുടെ റോൾ ജഡ്ജ്മെൻറ്റ് കിട്ടിയാൽ തിരുവനന്തപുരം അസംബ്ലി സെഗ്മെൻറ്റ് വീക്കെൻഡ് ആണെന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് അയക്കലാണ്. അതുമാത്രമേ ഞങ്ങൾക്ക് റോൾ. ചീഫ് ഇലക്ഷൻ ഓഫീസിലേക്ക് ട്രിവാൻഡ്രം അസംബ്ലി സെഗ്മെൻറ്റ് ഈ ഡിസ്ക്വാളിഫിക്കേഷൻ്റെ ഭാഗമായി ഒഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം ഇലക്ഷൻ കമ്മീഷൻ അറിയിക്കാൻ ഉത്തരവാദിത്തം മാത്രം നോട്ടിഫിക്കേഷനെ ഞങ്ങൾ അറിയിക്കും. ദില്ലി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യമില്ല. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. 5 വർഷത്തിലേറെയായി പ്രതികൾ കസ്റ്റഡിയിലാണ്. ജാമ്യം നിഷേധിച്ച ദില്ലി ഹൈക്കോടതി ഉത്തരവിനെതിരെയായിരുന്നു അപ്പീൽ. മറ്റ് 5 പ്രതികൾക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിനിടെ കലാപത്തിനായി ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്. അമേരിക്കയുമായി സഹകരിച്ചില്ലെങ്കിൽ മദുറോയ്ക്ക് ഉണ്ടായതിനേക്കാൾ മോശം അനുഭവം ഉണ്ടാവുമെന്ന് വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിന് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. നിക്കോളസ് മദുറോയെയും ഭാര്യയെയും മാൻഹാറ്റൻ ഫെഡറൽ കോടതിയിൽ ഇന്ന് ഹാജരാക്കും. സർക്കാർ സ്പോൺസർ ചെയ്ത കൊക്കെയിൻ കടത്ത് ശൃംഖലയ്ക്ക് മദുറോ മേൽനോട്ടം വഹിച്ചതായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടും. ഇരുവർക്കും നിയമസഹായം ലഭ്യമാക്കുന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അമേരിക്കയുടെ നടപടി UN സുരക്ഷാ സമിതി ഉടൻ ചർച്ച ചെയ്യും. വിവരങ്ങളുമായി അജയ് സുധ ബിജു. അജയ്, ഈ റോഡ്രിഗസിന്റെ മലക്കമറിച്ചിലാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വെനസ്വേല സ്വതന്ത്രമായൊരു നിലപാടെടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷവും ട്രംപിന്റെ സമ്മർദ്ദങ്ങൾ കാര്യമായി തന്നെ ബാധിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ നിലപാടും മാറ്റത്തിന് പിന്നിൽ അതുതന്നെയാണോ? എന്തൊക്കെയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ നടക്കുന്നത്? ശ്രീജ, ഇപ്പോൾ നിലവിൽ ട്രംപ് കഴിഞ്ഞ ദിവസം വളരെ പരസ്യമായി തന്നെ വെനസ്വേലയുടെ നിയന്ത്രണം, പൂർണ്ണമായിട്ടുള്ള വെനസ്വേലയുടെ നിയന്ത്രണം തങ്ങൾക്കാണ്, വി ആർ ഇൻ ചാർജ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതുതന്നെയാണ് ഇപ്പോൾ നിലവിൽ ഡെൽസി റോഡ്രിഗോയുടെ ഈ പെട്ടെന്നുള്ള മലക്കമറിച്ചിലിന് കാരണമായി സൂചിപ്പിക്കുന്നത്. ട്രംപ് ഇതിനോടൊപ്പം ചേർന്ന് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഈ ഡെൽസി റോഡ്രിഗോസ് അവർ കൂടുതൽ ഈ പിന്തിരിപ്പൻ ആശയങ്ങൾ അല്ലെങ്കിൽ US-നെതിരെയുള്ള നിലപാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ ഇപ്പോൾ മഡുറോയ്ക്കുണ്ടായതിനേക്കാൾ കടുത്ത ഒരു നിലപാടുകൾ ഇവർക്കെതിരെയും സ്വീകരിക്കും എന്നുള്ളൊരു നിലപാട് അത് ട്രംപ് പറഞ്ഞ് കൂടുതൽ ഒരു ഭീഷണിയുടെ സ്വരം അത് വെനസ്വേലയ്ക്ക് നേരെ ഉയർത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിനെ തുടർന്നാണ് ഇപ്പോൾ നിലവിൽ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ മഡുറോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ഉടൻ തന്നെ ഈ വെനസ്വേലയിൽ ഇപ്പോൾ വെനസ്വേലയിൽ അദ്ദേഹം സ്വീകരിച്ച ഈ ഒരു ഡ്രഗ് കാർട്ടർ, ഒരു വെനസ്വേലൻ സർക്കാരിനെ ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് ഡ്രഗ് മാഫിയയായി ഉപയോഗിച്ചു എന്നുള്ളൊരു കേസുമായി ബന്ധപ്പെട്ടാണ് വിചാരണ നേടാനായി കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തെ ഉടൻ തന്നെ ഇപ്പോൾ മാൻഹാട്ടൻ കോടതിയിൽ ഹാജരാക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ജയിലിൽ നിന്ന് അദ്ദേഹത്തെ മാൻഹാട്ടൻ കോടതിയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും. അദ്ദേഹത്തെ പാർപ്പിച്ചിരുന്നത് ബ്രുക്ലിനിലെ
ജയിലിലായിരുന്നു. ബ്രുക്ലിനിലെ ജയിൽ എന്ന് പറയുന്നത് വളരെ കുപ്രസിദ്ധമായിട്ടുള്ളൊരു ജയിലാണ്. ഒരുപാട് കൊടും കുറ്റവാളികൾ എല്ലാവരും താമസിക്കുന്ന ജയിലാണ്. വെനസ്വേലയിലെ തന്നെ മുൻ സർക്കാർ ഉദ്യോഗസ്ഥരെ വരെ ഈ ജയിലിൽ പാർപ്പിച്ചിട്ടുണ്ട്. നിരവധി കുറ്റകൃത്യങ്ങളും ഈ ജയിലുമായി കേന്ദ്രീകരിച്ച് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്രയധികം ഒരു കുപ്രസിദ്ധി നേടിയ ജയിലിൽ നിന്നാണ് ഇപ്പോൾ നിലവിൽ മാൻഹാറ്റൻ കോടതിയിലേക്ക് മഡുറോയെ എത്തിച്ചിട്ടുള്ളത്. മഡുറോയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള സിലിയ ഫ്ലോഴ്സും രണ്ടുപേരും ഇന്ന് വിചാരണ നേരിടും. പ്രധാനമായിട്ട് 2020 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കേസിലാണ് മഡുറോ വിചാരണ നേരിടുന്നത്. അതുമാത്രമല്ല US ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, വെനസ്വേലയിലെ അസംബ്ലിയിലേക്ക് മഡുറോ എന്ന് തെരഞ്ഞെടുക്കപ്പെട്ടോ അന്നു മുതൽ തന്നെ അദ്ദേഹം നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്നതാണ്. അതായത് 2000-ലാണ് ആദ്യമായി ഒരു അസംബ്ലി അംഗമായി മഡുറോ വെനസ്വേലയിലെ അസംബ്ലിയിൽ എത്തുന്നത്. അന്നു മുതൽ പിന്നീട് 2006 ആദ്യമായി ഒരു മന്ത്രിസ്ഥാനം കിട്ടിയപ്പോഴാണെങ്കിലും പിന്നീട് അവിടുത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴാണെങ്കിലും എല്ലായ്പ്പോഴും അദ്ദേഹം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു. ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് വെനസ്വേലയെ കേന്ദ്രമാക്കി ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് ഡ്രഗ് കാർട്ടർ അത് മഡുറോ നടത്തിക്കൊണ്ടുപോയി എന്ന് തന്നെയാണ് US അവകാശപ്പെടുന്നത്. ഇതിൻ്റെ ഒരു തെളിവായി US മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന ഒരു കാര്യങ്ങളെന്ന് പറയുന്നത് നിരവധി ഡ്രഗ് കാർട്ടർ അംഗങ്ങൾക്ക് വെനസ്വേലയുടെ ഡിപ്ലോമാറ്റിക് അംഗങ്ങളുടേതെന്ന പേരിൽ പാസ്പോർട്ടുകൾ വിതരണം ചെയ്തു. അതുപോലെ തന്നെ വെനസ്വേലയുടെ വിമാനങ്ങൾ ഈ ഇത്തരത്തിൽ ഒരു ഈ മയക്കുമരുന്ന് അത് കടത്താനായി ഉപയോഗിച്ചു എന്നുള്ളതൊക്കെയാണ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തപ്പെട്ട പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. അതുമാത്രമല്ല US ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മെക്സിക്കോ, കൊളംബിയ എന്നുള്ള രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള നിരവധി ഗാങ്സ്റ്റർ ഗ്രൂപ്പുകളുമായിട്ടും നിക്കോളാസ് മഡുറോയ്ക്ക് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഇവരുമായി കേന്ദ്രീകരിച്ച് US-ലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതിൽ മഡുറോ പ്രധാനമായിട്ടും ഒരു പങ്ക് വഹിച്ചു എന്നതാണ് ആരോപണം. ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ വെനസ്വേലയിൽ നിന്നല്ല US-ലേക്ക് കൂടുതലായി ഈ കൊക്കെയിൻ എത്തുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കൊക്കെയിൻ കടത്തി എന്നുള്ളതാണ് മഡുറോയ്ക്കെതിരെ ചുമത്തപ്പെട്ട പ്രധാന കുറ്റം. അപ്പോൾ ഈ ഒരു ജാമ്യം ലഭിക്കാതിരിക്കാനായി US ചുമത്തുന്ന ഒരു പ്രധാനപ്പെട്ട തന്ത്രമാണ് ഈ ഇപ്പോൾ നിലവിൽ മറ്റ് രാജ്യങ്ങളുമായും ഇപ്പോൾ മെക്സിക്കോ അതുപോലെ തന്നെ കൊളംബിയ US-ലേക്ക് പ്രധാനമായിട്ടും മയക്കുമരുന്ന് ഒഴുകുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ഈ പറഞ്ഞവയൊക്കെ. ഇവയുമായി കേന്ദ്രീകരിച്ചും മഡുറോ ഇവിടങ്ങളിലുള്ള ഈ ഗാങ്സ്റ്റർ ഗ്രൂപ്പുമായി കേന്ദ്രീകരിച്ചും മഡുറോ പ്രവർത്തിച്ചു എന്നതാണ് US-ൻ്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആരോപണം. ഈ കോടതി വിചാരണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മഡുറോയ്ക്ക് സ്വന്തമായി അഭിഭാഷകൻ ഉണ്ടാകുമോ അല്ലെങ്കിൽ മഡുറോയെ തന്നെ സ്വന്തമായി വാദിക്കാൻ അനുവദിക്കുമോ എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടില്ല. ഇന്ത്യൻ സമയം കൃത്യം 10:30-നായിരിക്കും വിചാരണ നടപടികൾ ആരംഭിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തുടർന്ന് നമുക്ക് ഇന്ന് അർദ്ധരാത്രിയോടെ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ നിലവിൽ ഹാജരാക്കുന്നത് മാൻഹാട്ടൻ കോടതിയിലാണ്. അവിടെ US-ലെ ഡിസ്ട്രിക്ട് ജഡ്ജായിട്ടുള്ള ആൽവിൻ കെ ഹെലാഡ്സ്റ്റെയിൻ്റെ മുന്നിലായിരിക്കും ഹാജരാവുക. ഇവിടെ വിവിധ കുറ്റങ്ങൾ വിചാരണ ചെയ്യപ്പെടും. അതുപോലെ തന്നെ US-ൻ്റെ ഈ നടപടിയിൽ വിവിധ അന്താരാഷ്ട്ര രാജ്യങ്ങൾ പ്രതിഷേധിക്കുന്നുമുണ്ട്. പ്രധാനമായിട്ടും ജർമ്മനി പറഞ്ഞത് US അവർ നടത്തിയിട്ടുള്ള പ്രവൃത്തികൾ അത് അന്താരാഷ്ട്ര കോടതിക്ക് മുന്നിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കണം എന്നുള്ളതാണ്. മഡുറോയെ വേഗം തന്നെ സ്വതന്ത്രമാക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടൻ ഈ US-ൻ്റെ പ്രവൃത്തിയെ ശക്തമായി തന്നെ അപലപിക്കുകയാണ്. അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള കെയർ സ്റ്റാർമർ അദ്ദേഹം ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും MP-മാരോട് US-ൻ്റെ നടപടിയെ അപലപിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കണമെന്ന് ഇപ്പോൾ നിലവിൽ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫ്രാൻസ്, നോർവേ, സ്പെയിൻ തുടങ്ങി നിരവധി രാജ്യങ്ങളും US-ൻ്റെ പ്രവൃത്തിയെ അപലപിച്ചു. UN ഉടൻ തന്നെ US-ൻ്റെ ഈ നിലവിലെ ഈ നീക്കം അത് ചർച്ച ചെയ്യാനായി ഒരു യോഗം കൂടും എന്നും അറിയിച്ചിട്ടുണ്ട്. ക്യൂബ അവരുടെ 32 പൗരന്മാർ US-ൻ്റെ പുതിയ ഓപ്പറേഷനിൽ ഇപ്പോൾ വെനസ്വേലയിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് അറിയിച്ചിട്ടുണ്ട്. ട്രംപ് എന്നാൽ തൻ്റെ ഒരു ഇത്തരത്തിൽ അന്താരാഷ്ട്ര സമൂഹം മൊത്തത്തിൽ തനിക്കെതിരെ തിരിഞ്ഞിട്ടും ട്രംപ് തൻ്റെ നിലപാടിൽ നിന്ന് ഒട്ടും തന്നെ പിന്നോട്ടില്ല എന്നതാണ് വാസ്തവം. ട്രംപ് കൂടുതൽ രാജ്യങ്ങൾക്കെതിരെ ഇപ്പോൾ നിലവിൽ ഭീഷണിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കൊളംബിയ, ക്യൂബ, അതുപോലെ തന്നെ മെക്സിക്കോ, ഇറാൻ എന്നീ രാജ്യങ്ങൾക്കും വെനസ്വേലയുടെ അതേ സ്ഥിതിയായിരിക്കും എന്ന് തന്നെയാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ വെനസ്വേലയുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം അവിടെയുള്ള എണ്ണ കമ്പനികളുടെയും അതുപോലെ തന്നെ ഓയിൽ റിസോഴ്സസിൻ്റെയും ഫുൾ
ഫുൾ നിയന്ത്രണം US-നായിരിക്കും. US അതൊക്കെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ US തങ്ങളുടെ വരുതിയിലാക്കുന്നു എന്നുള്ള രീതിയിലാണ് ട്രംപ് പ്രതികരിച്ചത്. എന്തായാലും ലോകത്തുള്ള യുദ്ധം മുഴുവൻ അവസാനിപ്പിക്കാൻ വന്ന രക്ഷകൻ എന്നുള്ള പേരിൽ സ്വയം അവതരിപ്പിച്ച ട്രംപിൻ്റെ ഒരു വലിയ ആക്രമണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഭൂരിഭാഗം ലോകരാജ്യങ്ങളും ഈ പ്രവൃത്തിയെ നിലവിൽ നോക്കിക്കാണുന്നത്. ശരി, അജയ് സുധാബിജുവാണ് വിവരങ്ങൾ നൽകിയത്. സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് പ്രതിഷേധം ശക്തമായി ഇറാനിൽ നിന്ന് ആയത്തുള്ള അലി ഖംനെയി നാടുകടക്കാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. ഖംനെയും കുടുംബവും അടക്കം 20 പേരടങ്ങുന്ന സംഘം റഷ്യയിലേക്ക് കടക്കാൻ പദ്ധതിയിടുന്നതായി ബ്രിട്ടീഷ് പത്രം ദ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. വെനസ്വേലയിൽ നടത്തിയ മാതൃകയിലെ ഓപ്പറേഷൻ ഇറാനിലും അമേരിക്ക ആവർത്തിച്ചേക്കാം എന്ന ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനിടെയാണ് നാട് വിട്ടേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതേസമയം ഇന്നും ശക്തമായ പ്രക്ഷോഭമാണ് ഇറാനിൽ നടക്കുന്നത്. ഇതുവരെ 16ഓളം പേരാണ് രാജ്യത്ത് സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത്. ഇന്ത്യക്കെതിരെ വീണ്ടും താരിഫ് ഭീഷണി ഉയർത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യ അമേരിക്കയോട് അനുകൂല നിലപാടല്ല സ്വീകരിക്കുന്നത്. ഇക്കാര്യത്തിൽ താൻ അതൃപ്തനാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാം. തന്നെ സന്തോഷിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണെന്നും അല്ലെങ്കിൽ അധിക ചുങ്കം ഏർപ്പെടുത്തുമെന്നുമാണ് ഇന്ത്യയോടുള്ള ട്രംപിന്റെ ഭീഷണി. You're buying cheap Russian oil, keeping Putin's war machine going. We're trying to give the president the ability to make that a hard choice by tariffs. I really do believe that what he did with India is the chief reason India is now buying substantially less Russian oil. So I hope we pass this bill soon. And after this, they wanted to make me happy, basically. He wanted to. Modi's a very good man. Yes. He's a good guy. He knew I was not happy, and it was important to make me happy. They do trade, and we can raise tariffs on them very quickly, and it would be very bad for them. TVK നേതാവും നടനുമായ വിജയ്ക്ക് പ്രതീക്ഷ നൽകുന്ന സർവേ ഫലം തമിഴ്നാട്ടിൽ പുറത്തുവന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനം പരിഗണിക്കുന്നവരിൽ 2ാം സ്ഥാനം വിജയ്ക്കാണ്. ലോയോള കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പൊളിറ്റിക്കൽ ഡെമോക്രാറ്റിക് സ്ട്രാറ്റജീസ് നടത്തിയ സർവേ റിപ്പോർട്ടാണിത്. TVKയുടെ വരവ് ഏറ്റവും കൂടുതൽ ബാധിക്കുക DMK ആണെന്ന് സർവേയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ശബരിമല സന്നിധാനത്ത് തീർത്ഥാടക തിരക്ക് തുടരുകയാണ്. ഉച്ചവരെ 53,000-ത്തിലധികം തീർത്ഥാടകർ സന്നിധാനത്തെത്തി. മരക്കൂട്ടം മുതൽ നിയന്ത്രണങ്ങളുണ്ട്. മകരവിളക്ക് തീർത്ഥാടനകാലം തുടങ്ങി 6 ദിവസം പിന്നിടുമ്പോൾ 5.5 ലക്ഷത്തിലധികം തീർത്ഥാടകർ സന്നിധാനത്തെത്തിയെന്നാണ് പോലീസിന്റെ കണക്ക്. മകരവിളക്ക് തീർത്ഥാടനത്തിന് നട തുറന്ന ശേഷം വലിയ തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ 5.5 ലക്ഷത്തിന് മുകളിൽ തീർത്ഥാടകർ സന്നിധാനത്ത് എത്തിയെന്നാണ് പോലീസിന്റെ കണക്ക്. ഇന്നലെയും 1 ലക്ഷത്തിനോടടുത്ത് തീർത്ഥാടകർ സന്നിധാനത്ത് എത്തിയിരുന്നു. ഇന്നും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മരക്കൂട്ടം മുതൽ തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പമ്പയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മണിക്കൂറിൽ 3000-നും 4000-നും ഇടയിൽ തീർത്ഥാടകർ സന്നിധാനത്തിൽ കയറുന്നു എന്നുമാണ് പോലീസിന്റെ കണക്ക്. മിനിറ്റിൽ 60-നും 70-നും ഇടയ്ക്ക് തീർത്ഥാടകരെ 18-ാം പടി കയറ്റി വിടുന്നുണ്ട്. വരും ദിവസങ്ങളിലും സമാനമായ ഒരു തിരക്ക് തന്നെ ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ നിരീക്ഷണം. പ്രത്യേകിച്ച് മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ ഇവിടെ എത്തുന്ന തീർത്ഥാടകർ ഇവിടെ തന്നെ തമ്പടിച്ച് പർണശാല കെട്ടി നിൽക്കാനുള്ളൊരു സാധ്യത കണക്കിലെടുത്ത് തിരക്ക് കൂടും എന്ന് തന്നെ പോലീസ് വിലയിരുത്തുന്നുണ്ട്. എന്താണെങ്കിലും വലിയ തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അനുഭവപ്പെട്ടെങ്കിലും ഇവിടെ എത്തിയ തീർത്ഥാടകർക്ക് ദർശനത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇവിടേക്ക് എത്തുവാൻ ഒരുപക്ഷെ പമ്പയിൽ നിന്ന് സന്നിധാനം വരെ ഇവിടേക്ക് എത്തുവാൻ 7-8 മണിക്കൂർ എടുക്കുന്ന ഒരു സാഹചര്യം ചില സമയങ്ങളിൽ ഉണ്ടായേക്കാം. സാധാരണഗതിയിൽ രാവിലെ 8 മണിക്ക് ശേഷം സന്നിധാനത്ത് തിരക്ക് അല്പം കുറയും. പിന്നീട് തിരിച്ചിറങ്ങുന്ന അയ്യപ്പന്മാരുടെ ഒരു തിരക്കായിരിക്കും ഉണ്ടാവുക. ഒരു 11 മണിയോടെ സ്ഥിതിഗതികൾ കുറെ കൂടി നിയന്ത്രണ വിധേയമാകും. അയ്യപ്പന്മാർക്ക് തിരക്കില്ലാതെ ഇവിടെ എത്താൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ വൈകുന്നേരം വീണ്ടും അയ്യപ്പന്മാരെത്തുകയും തിരക്ക് കൂടുകയും ചെയ്യും. അവരുടെ തമ്പടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാവിലെയും വൈകുന്നേരവും നല്ല തിരക്ക് അനുഭവപ്പെടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. എന്നിരുന്നാലും ഇവിടെ എത്തുന്നവർ സുഗമമായി ദർശനം നടത്തി മടങ്ങിപ്പോകുന്നു എന്നുള്ളത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും പോലീസിനെ സംബന്ധിച്ചും വലിയ ആശ്വാസമുള്ള കാര്യമാണ്. കാരണം മണ്ഡലവിളക്കിന് മുൻപ് ഉണ്ടായ പ്രശ്നങ്ങൾ, അതിൽ ആദ്യം നട തുറന്നപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളൊന്നും പിന്നീട് ആവർത്തിച്ചിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ് ദേവസ്വം ബോർഡിനെയും പോലീസിനെ സംബന്ധിച്ച്. സന്നിധാനത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18. അയ്യപ്പ ഭക്തർക്ക് ചുക്ക് കാപ്പി വിതരണം ചെയ്ത പോലീസ്. കൊല്ലം പുനലൂരിലെത്തുന്ന അയ്യപ്പ ഭക്തർക്കാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ചുക്ക് കാപ്പി വിതരണം.
മിനി പമ്പ എന്നറിയപ്പെടുന്ന പുനലൂർ TB ജംഗ്ഷനിലാണ് മണ്ഡലകാലം അവസാനിക്കുന്നതുവരെ പുനലൂർ പോലീസ് അയ്യപ്പ ഭക്തർക്ക് സൗജന്യമായി ചുക്കുകാപ്പി വിതരണം ചെയ്യുന്നത്. പുനലൂർ പോലീസ് സേനാംഗങ്ങൾ സഹകരിച്ച് നടത്തുന്ന ചുക്കുകാപ്പി വിതരണത്തിന്റെ ഉദ്ഘാടനം SI അനീഷ് നിർവഹിച്ചു. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി ശബരിമലയിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റും വന്നുപോകുന്ന അയ്യപ്പ ഭക്തന്മാർ വരുന്ന വാഹനങ്ങൾ, ആ വാഹനങ്ങളിലുള്ള ഡ്രൈവർമാർ പലപ്പോഴും ഈ യാത്രയുടെയും മറ്റും ആലസ്യത്തിലും മറ്റും ഉറങ്ങിപ്പോകാനുള്ള സാധ്യത കണക്കിലെടുത്തും അപകടരഹിതമായ ഒരു യാത്ര ഈ മണ്ഡലകാലത്ത് അവർക്ക് പ്രദാനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി പുനലൂർ പോലീസ് ചുക്കുവെള്ളം വിതരണം ചെയ്യുവാനും അവരുടെ യാത്രാക്ലേശത്തിന് പോലീസിന് ആകും വിധമുള്ള ഒരു ആശ്വാസം നൽകുവാനും നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പുനലൂർ പോലീസ് ഇന്നു മുതൽ പുനലൂർ TB ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് ചുക്കുവെള്ള വിതരണം ആരംഭിക്കുകയാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ദീർഘദൂര യാത്രയായി വാഹനമോടിച്ചെത്തുന്ന അയ്യപ്പ ഭക്തർക്കുണ്ടാകുന്ന ക്ഷീണം കാരണമുള്ള അപകടങ്ങൾ ഒഴിവാക്കി സുരക്ഷിതമായ യാത്ര ഒരുക്കുക എന്നതാണ് ചുക്കുകാപ്പി വിതരണം കൊണ്ട് ലക്ഷ്യമിടുന്നത്. SIമാരായ R റിയാസ്, ശിശിര ശശികുമാർ, ഗ്രേഡ് SIമാരായ ഭക്തവത്സൻ, പ്രകാശ്, സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു, ശ്രീകുട്ടൻ, അഖിൽ, ശരത്ത്, അജീഷ്, ഷഹീർ തുടങ്ങിയവർ കഴിഞ്ഞ ദിവസത്തെ ചുക്കുകാപ്പി വിതരണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് 18 പുനലൂർ. സിനിമാ താരവും പ്രൊഡക്ഷൻ കൺട്രോളറുമായ കണ്ണൻ പട്ടാമ്പിക്ക് വീട് നൽകി നാട്. വൃക്ക മാറ്റിവെക്കലിനെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. 62 വയസ്സായിരുന്നു. പുലിമുരുകൻ, പുനരധിവാസം, അനന്തഭദ്രം, ഒടിയൻ, കീർത്തി ചക്ര, വെട്ടം, ഖാണ്ഡഹാർ തുടങ്ങിയ ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രൊഡക്ഷൻ കൺട്രോളറായി പ്രവർത്തിച്ചു. സിനിമാ സംവിധായകൻ മേജർ രവിയുടെ സഹോദരനാണ്. ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരടക്കം നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. മന്ത്രി MB രാജേഷും വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. രുചി വൈവിധ്യങ്ങളുടെ രാജകീയ വിരുന്നൊരുക്കി ദേശീയ സരസ് മേള പാലക്കാട് ചാലശ്ശേരിയിൽ പുരോഗമിക്കുന്നു. 150-ലേറെ സംരംഭകരുടെ 32ഓളം ഭക്ഷ്യ വിപണന സ്റ്റാളുകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ മെഗാ ഫുഡ് കോർട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും സരസ് മേളയിൽ എത്തിച്ചേർന്ന 150-ൽ പരം സംരംഭകരുടെ 32ഓളം ഭക്ഷ്യ വിപണന സ്റ്റോളുകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ മെഗാ ഫുഡ് കോർട്ടാണ് ചാലിശ്ശേരിയിൽ നടക്കുന്ന ദേശീയ കുടുംബശ്രീ സരസ് മേളയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. രാജസ്ഥാൻ, ജാർഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, അസം, ലക്ഷദ്വീപ് തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിലെ വൈവിധ്യമാർന്ന ഭക്ഷ്യവിഭവങ്ങളും കേരളത്തിലെ 14 ജില്ലകളിലെയും തനത് ഭക്ഷ്യവിഭവങ്ങളും അടക്കം ഒരു വൻ വിരുന്നു തന്നെയാണ് ചാലിശ്ശേരിയിലെ മുലയംപറമ്പ് മൈതാനത്ത് 13ാം ദേശീയ സരസ് മേളയിൽ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുള്ളത്. രാജസ്ഥാന്റെ റബ്ദി ഗീവർ, ആന്ധ്രാപ്രദേശിന്റെ കോക്കനട്ട് റൈസ്, പഞ്ചാബിന്റെ ചോള ഭട്ടൂര, ലക്ഷദ്വീപിന്റെ ഫിഷ് മടഞ്ഞത് തുടങ്ങിയ വിവിധ നാടുകളുടെ തനതായ രുചി വിഭവങ്ങൾ പരിചയപ്പെടാനും പുത്തൻ രുചിക്കൂട്ടുകളുടെ വ്യത്യസ്തത ആസ്വദിക്കാനുമുള്ള അവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. നിയമസഭാ സ്പീക്കർ AM ഷംസീർ ഫുഡ് കോർട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രി MB രാജേഷ്, MLAമാരായ മുഹമ്മദ് മുഹസിൻ, P മമ്മിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 പാലക്കാട്. സഞ്ചാരികളെ ആകർഷിച്ച് അമ്പൂരി പന്തപ്ലാമൂട് നടപ്പാലം. നെയ്യാർ റിസർവോയറിന് കുറുകെ അവിടെ എത്തുന്ന യാത്രക്കാരെ മുഴുവൻ വിസ്മയകരമായ കാഴ്ചകൾ സമ്മാനിക്കുകയാണ് ഈ പാലം. ആദിവാസി ഉന്നതികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം കാണാൻ നിരവധി യാത്രികരാണ് ഇപ്പോൾ അവിടേക്ക് എത്തുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ഈ പുതുവർഷത്തിൽ ഞാൻ പോയ ഒരു സ്ഥലം പ്രേക്ഷകരെ പരിചയപ്പെടുത്തുകയാണ്. 2 ദിവസം ലീവ് എടുത്ത് പോയത് അമ്പൂരിയിലേക്കാണ്. അമ്പൂരി നഗരത്തിൽ നിന്ന് ഒഴിഞ്ഞ ഇടമാണ്. വളരെ കാമാണ്, നല്ല സുന്ദരമായ സ്ഥലമാണ്. കുറേയധികം സ്ഥലങ്ങൾ നമുക്ക് കണക്ട് ചെയ്ത് കാണാൻ പറ്റും എന്നതാണ് അമ്പൂരിയിലേക്ക് എത്താൻ ഇടയാക്കിയത്. അപ്പോൾ ആ സ്ഥലങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്താമെന്നാണ് ഞാൻ കരുതുന്നത്. വൈകുന്നേരം പോയിരിക്കാൻ പറ്റുന്നൊരു സ്ഥലം ഞാൻ തന്നെ പ്രേക്ഷകരെ പരിചയപ്പെടുത്താമെന്ന് കരുതിയാണ് പന്തപ്ലാമൂട് നടപ്പാലത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത്. അമ്പൂരി എന്ന ഗ്രാമത്തെ ആദിവാസി ഉന്നതികളുമായി ബന്ധിപ്പിക്കുന്ന നടപ്പാലമാണ് ഈ പാലം. അപ്പോൾ പ്രേക്ഷകരും എന്നോടൊപ്പം വരൂ. വൈകുന്നേരങ്ങൾ ചെലവഴിക്കാൻ പറ്റുന്ന ഒരിടം തേടി നഗരത്തിൽ നിന്ന് ആളുകൾ എത്തുന്ന ഒരിടമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പാലം. ഒന്നുമില്ല, ഒരു നടപ്പാലമാണ്. പക്ഷേ ഇതിൻ്റെ എവിടെ വെച്ചാലും നല്ല ഫ്രെയിമാണ്, നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. പിന്നെ ശാന്തസുന്ദരമാണ്. ഇവിടെ ഇരുന്നിങ്ങനെ അസ്തമയമൊക്കെ കാണാം.
കാറ്റുകൊള്ളാം, അത് തേടിയാണ് ആളുകൾ ഇവിടേക്ക് എത്തുന്നത്. നെയ്യാർ ഡാമിന്റെ റിസർവോയറിന് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് 2010 നിർമ്മിച്ച പാലമാണ്. ശശി തരൂർ MP ആണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. നല്ല ഫോട്ടോഷൂട്ടിനുള്ള അവസരമുണ്ട് എന്നതാണ് ആളുകളെ കൂടുതലായി ഇവിടേക്ക് വരുത്തുന്ന പ്രധാനപ്പെട്ട ഘടകം. നമുക്കറിയാം, എങ്ങോട്ട് വെച്ചാലും ഫ്രെയിമാണ്. ചേച്ചി 15 വർഷമാവുന്നു പാലം വന്നിട്ടില്ലേ? നല്ല സഹായമാണ്. ഇപ്പൊ പുതിയ പാലവും വരുന്നുണ്ടല്ലോ അപ്പുറത്ത്. എന്നാലും നിങ്ങൾക്ക് ഇതായിരിക്കും ഏറ്റവും ഉപകാരപ്രദം അല്ലേ? ഓട്ടോ കയറുന്നത് കൊണ്ട് അതും സഹായമാണ്. അസുഖമായി വന്നാലും പെട്ടെന്ന് പോകാൻ പറ്റും. എവിടുന്നാ വരുന്നേ? ഞാൻ കൊല്ലത്തുനിന്ന്. കൊല്ലത്തുനിന്ന്. ഇവിടെ ട്രിപ്പിന്റെ ഭാഗമായിട്ട് വന്നായിരിക്കല്ലേ? ട്രിപ്പിന്റെ ഭാഗമായിട്ട് വന്നതാണ്. വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ആകെ ഉള്ളൊരു പരിമിതി എന്ന് പറയുന്നത് 2 ഭൂപ്രദേശങ്ങളെ തമ്മിൽ സംയോജിപ്പിക്കുന്ന ആകെ ഒരു നാരോ ആയിട്ടുള്ളൊരു പാലമാണ്. അപ്പോൾ പാലത്തിന്റെ ഈ ഭംഗിയൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ച് നിൽക്കുമ്പോൾ ഒരു ചായ കുടിക്കാൻ തോന്നിയാൽ ഇവിടെ അടുത്ത് തന്നെ ഒരു ചായക്കടയുണ്ട്. അവിടെ നല്ല പഴംപൊരിയും നാടൻ വിഭവങ്ങളും, അതായത് വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ കഴിക്കുന്ന വിഭവങ്ങളും ചായയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ചായ കഴിച്ചുകൊണ്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള വഴിയിൽ ആദിവാസി ഉന്നതികളാണ്. അപ്പോൾ കുറേ അധികം കുടുംബങ്ങളുണ്ട്. അവിടെ നിന്നുള്ളവരുമൊക്കെ വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ എത്താറുണ്ട്. എൻ്റെ അടുത്തിരിക്കുന്നത് ആ ഉന്നതിയിലെ ഒരു അമ്മയാണ്. അമ്മയുടെ പേരെന്താ? എൻ്റെ പേര് ആനന്ദം. ആനന്ദം. വീട്ടിലാരൊക്കെയുണ്ട്? ഒറ്റയ്ക്ക്. ഇതാണ് ഇവിടെയുള്ള ഏക ചായക്കട. അപ്പോൾ നല്ല തിരക്കാണ്. ഇപ്പോഴാണ് ഈ ആളുകൾ കൂടുതലായിട്ട് ഇവിടേക്ക് കൂടുതലായിട്ട് ഇപ്പോഴാണ് ഈ ഒരു 2 വർഷം കൊണ്ടാണ് ആൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആളില്ല. റീൽസിലൂടെ ഒക്കെ കണ്ട ആളുകൾ പരിചയപ്പെട്ട് വരികയാണ്. അതപ്പോ കച്ചവടത്തിന് സഹായമായി. ഊരിലുള്ളവരൊക്കെ ഇവിടേക്ക് എത്തുമോ? വൈകുന്നേരം സമയം ചായ കുടിക്കാനൊക്കെ ആയിട്ട് അവരും കാറ്റുകൊണ്ടൊക്കെ ഇരിക്കാം. കുറെ സമയമൊക്കെ ഇവിടെ ഇരിക്കും. ഒരു 6-7 മണി വരെയൊക്കെ ആൾക്കാരുണ്ടാവും. ഞങ്ങൾക്ക് വന്നപ്പോൾ സ്ഥലം നല്ല സന്തോഷമായിരുന്നു. മക്കളുമായിട്ടൊക്കെ വന്ന് ആഘോഷിക്കാനും വെക്കേഷന് വന്ന് നിൽക്കാനും കാണാനും നല്ല 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 പ്രകൃതി ഭംഗിയുള്ള സ്ഥലം. സൂപ്പർ. ഫോട്ടോ ഒക്കെ എടുത്തോ? കുറെ ഫോട്ടോ ഒക്കെ എടുത്തു. ഇവിടെ ഒന്ന് കാണാനായിട്ട് വന്നു. വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെയൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതിപ്പോ വണ്ടി വരുമ്പോൾ നമുക്ക് പോകാൻ സ്ഥലമല്ല, നമ്മൾ ഓടി അങ്ങോട്ട് ഇറങ്ങണം ഇങ്ങോട്ട് ഇറങ്ങണം. എന്താ ഇങ്ങനെ ഒരു സ്ഥലം തെരഞ്ഞെടുത്തേ? റീൽസിലൊക്കെ കണ്ടപ്പോൾ വളരെ മനോഹരമായി വന്നപ്പോഴും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ പാലത്തെ കുറിച്ച് എങ്ങനെ അറിഞ്ഞേ? നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേമസ് അല്ലേ, റീൽസിലൂടെ കണ്ടിട്ട് അങ്ങോട്ട് വന്നത്. പിന്നെ ഈ ക്രിസ്മസ് അവധിയൊക്കെ ആയിട്ട് ബ്ലോഗും കാര്യങ്ങളൊക്കെ അപ്പൊ ഒന്ന് ഒരുങ്ങിയിട്ട് വരാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഇറങ്ങിയതാ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മലയും നെയ്യാറും നടപ്പാലവും സൂപ്പർ ആയിട്ടുണ്ട്. എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, എല്ലാവരും ഒരിക്കലെങ്കിലും ഇവിടെ വരണം. സൂപ്പർ. എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളി, രക്ഷയില്ല. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ലൊരു കാലാവസ്ഥയാണ് ഈ ടൈമിൽ. ഇപ്പോ അവരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഓട്ടോയ്ക്ക് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ആളുകൾ കൂടുതലായി വരുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ട് ഉന്നതിയിലുള്ളവരാണല്ലേ? അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ ആളുകൾ? ആളുകൾ നിന്നാല് അവരിങ്ങനെ മാറി കഴിഞ്ഞാൽ പോകാൻ പറ്റുള്ളൂ. അത്രയ്ക്കും വീതി കുറഞ്ഞ ഇടമാണ്.
അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതൊരു ബുദ്ധിമുട്ടല്ല. ഓട്ടോറിക്ഷക്കാർക്കായാലും അങ്ങനെ കാത്തു കിടക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ല എന്ന് അവർ തന്നെ പറയുന്നു. പ്രേക്ഷകരെ, ഞാൻ എൻ്റെ അമ്മയ്ക്കും മകൾക്കും ഒപ്പമാണ് ഇവിടെ എത്തിയത്. ഇനി അവരുടെ അടുത്ത് കൂടി എങ്ങനെയുണ്ട് സ്ഥലമെന്ന് ചോദിച്ചാൽ, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എൻ്റെ മോക്ക്? കൊള്ളാം. അതൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല സ്ഥലമാണ്. പക്ഷേ സൗകര്യങ്ങൾ ഒരുപാട് കുറവാണ്. ഒരു വാഹനം പോയി കഴിഞ്ഞാൽ അവിടെ ഓടിപ്പോകണം, അല്ലെങ്കിൽ വഴക്ക് വരെ നടക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അത്യാവശ്യക്കാരാണെങ്കിൽ ഇത് നടത്തുന്നുണ്ട്, വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയൊക്കെ എല്ലാം ചെയ്താൽ ടൂറിസമായിട്ട് നല്ല വികസിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. പ്രകൃതി ഭംഗി നിറഞ്ഞ നല്ലൊരു സ്ഥലമാണ്. അതിന് സർക്കാരോ അല്ല അതിൻ്റെ ചെയ്യേണ്ടവരോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഇതൊരു ടൂറിസം സ്പോട്ടായി ഉയർത്താൻ പറ്റുമെന്ന സാധ്യതകളുണ്ടെങ്കിൽ അത് തേടണം എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും നല്ല രസമുള്ള സ്ഥലമാണ്. വെറൈറ്റി ആയിട്ട് ഒരിടം തേടുന്നവർക്ക് എത്താൻ പറ്റുന്ന ഇടമാണ് അമ്പൂരിയിലെ ഈ പാലം. അമ്പൂരിയെ ആകർഷകമാക്കുന്ന മറ്റൊരു ഘടകം എന്ന് വെച്ചാൽ കണക്ട് ചെയ്ത് കുറേ അധികം സ്ഥലങ്ങൾ കാണാൻ പറ്റും എന്നതാണ്. അധികം ദൂരത്തിലല്ലാണ്ട്. ഇതിപ്പോൾ നമ്മൾ കണ്ട പാലം, മറ്റൊന്ന് കുമ്പിച്ചൽ കടവ് പാലമാണ്. അത് ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു, പതിറ്റാണ്ടുകളുടെ ആഗ്രഹം എന്ന് പറയാം. അതിപ്പോൾ ഉദ്ഘാടനം കാത്തു കിടക്കുകയാണ്. വളരെ സുന്ദരമായ ഒരു പാലമാണ്. മറ്റൊന്ന് മായങ്കടവാണ്. അപ്പോൾ ആ മായങ്കടവിലും പോകാം. അങ്ങനെ 3-4 സ്ഥലങ്ങൾ കാണാം. പിന്നെ നെയ്യാർ ഡാമും അടുത്താണ്. അതുകൊണ്ട് തന്നെ അവിടെയും പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് കുറേ അധികം സ്ഥലങ്ങൾ ഒരുമിച്ച് കാണാനും പറ്റും എന്ന ഒരു സൗകര്യം കൂടി അമ്പൂരിയെ സംബന്ധിച്ചുണ്ട്. അമ്പൂരിയിൽ എത്തുന്നത് ഏറ്റവും സമാധാനമായ, ഏറ്റവും കാമായിട്ടുള്ള സ്ഥലത്തെത്തണം. വലിയ തിരക്കില്ലാത്ത ഒരു സ്ഥലത്ത് സമയം ചെലവഴിക്കണം എന്ന ആഗ്രഹമുള്ളവരാണ് പ്രധാനമായും ഇവിടേക്ക് എത്തുന്നത്. ലൈവ്@6 പൂർണ്ണമാവുന്നു. നമസ്കാരം.